ബ്രൂബറി എന്ന് പറയുന്നത് ഏതാണ്ടൊരു ഭയങ്കര വ്യവസായം പോലെയാണ് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ബ്രൂബറി എന്ന് പറഞ്ഞാൽ വാറ്റ് കേന്ദ്രം എന്നുള്ളതാണ് അർത്ഥം. അത് കമ്പനി നടത്തുമ്പോൾ ബ്രൂബറി പാവപ്പെട്ടവൻ നടത്തിയ വാറ്റ് കേന്ദ്രം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഒരു വലിയ വ്യവസായം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ജലം കൊടുത്താൽ എന്താ, നമ്മുടെ കൃഷി തൊലഞ്ഞാൽ എന്താ, നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്താ, വലിയൊരു വ്യവസായം വരികയില്ലേ എന്നുള്ളത്. അപ്പോൾ എന്ത് വ്യവസായമാണ് വരുന്നതെന്ന് പലർക്കും ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ആകെ ഉള്ളത് രണ്ട് നെല്ലറകളാണ്. ഒന്ന് കുട്ടനാട്, ഒന്ന് പാലക്കാട്. പാലക്കാട്ടിൽ ആ നെല്ലറയ്ക്ക് കോട്ടം വരുമോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ നെല്ലുൽപാദനം ഓരോ വർഷം തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് നെല്ലുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നെല്ല് ഭക്ഷിക്കുന്ന സംസ്ഥാനത്ത് ജനങ്ങളുള്ളത് നമ്മളാണ്. അപ്പോൾ അരിയാഹാരത്തിന് മുട്ട് വരുന്ന വിധത്തിലാണ് നമ്മുടെ പല പ്രവൃത്തികളും. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, മണ്ണ് ഉപയുക്തം അല്ലാതാകും. പാലക്കാട്ടെ ഏറ്റവും പ്രത്യേകത അവിടുത്തെ ഫെർട്ടൈൽ ലാൻഡാണ്. അപ്പോൾ അതിലേക്ക് പോകേണ്ട ജലമാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് മാറ്റുന്നത്. അത് 10 ലക്ഷം ലിറ്ററാണ് ഒരു ദിവസം. ഇത് മാത്രമല്ല, ഇതിൻ്റെ മാലിന്യ പ്രശ്നങ്ങൾ ഇതിനേക്കാൾ വലുതാണ്. നമ്മളിവിടെ ഒരു മാലിന്യ പ്ലാന്റ് നടത്തിയാൽ ഒരു പഞ്ചായത്തിൽ പോലും ആരും സമ്മതിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് പ്ലാന്റുകൾ എവിടെ തുടങ്ങാനും നമ്മൾ സമ്മതിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് വ്യവസായങ്ങൾ വളർത്തി നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യാനാണോ എന്നുള്ളത് നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വ്യവസായം മാത്രമേ പറ്റുള്ളൂ.